നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ചിന്തകളെയും ഒന്ന് ശുദ്ധീകരിക്കാൻ നമുക്ക് നോമ്പ് കാലത്ത് സാധിക്കണം. യെശയ്യാ പ്രവചനം 58 അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെ നീ ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നിങ്ങളുടെ ഉപവാസത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചുമൊക്കെ വളരെ ഗഹനമായ പാഠങ്ങളാണ് നാം പഠിക്കുന്നത്. നമ്മളുടെ അനുതാപം ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടാതെ പോകുന്നതിനും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കേൾക്കപ്പെടാതെ പോകുന്നതിനുമൊക്കെ കാരണം ദൈവത്തിൽ നിന്നുള്ള നമ്മളുടെ അകൽച്ചയാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിന്റെ 6 വാക്യവും 17 വാക്യവും 18 വാക്യവും ഒക്കെ പരിശോധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ